guys, this is Tony Tojo from homealoneguy. ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടിയൊക്കെ പിടിച്ചേക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതൊരു ക്യാമറയാണ്. സാധാരണ പോലത്തെ ഒരു ക്യാമറ അല്ല, ഒരു സ്പെഷ്യൽ ക്യാമറയാണ്. സ്പെഷ്യൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ഫുജിഫിലിമിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ക്യാമറയാണ്. ഇതിൻ്റെ പേര് ഇൻസ്റ്റാക്സ് മിനി 8 എന്നാണ് ഈ ക്യാമറേൻ്റെ പേര്. സോ ഇതെങ്ങനത്തെ ക്യാമറ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ സിനിമയെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പം പ്രിൻ്റായി വരുന്ന, അതായത് ഇൻസ്റ്റൻ്റായിട്ട് ഫോട്ടോസ് പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാമറയാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. സോ ഗായ്സ്, നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഔട്ട്ഡോറിലാണ്. സാധാരണ എപ്പോഴും ഞാൻ വീടിനുള്ളിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് പരാതി പറഞ്ഞു, വീടിനുള്ളിൽ നിന്നാണ് ചെയ്യുന്നത്, ഒരു വെറൈറ്റി വേണം. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ചെയ്തേക്കാം. അപ്പം നമ്മൾ ഇത് പൊളിച്ചു ആൻഡ് തുറന്ന് നോക്കാം. സോ ഗായ്സ്, തുറക്കം തന്നെ 2 ബാറ്ററി കിട്ടി. ഇതാണ് ബാറ്ററി. ആൻഡ് ഇതാ പൊങ്ങി വരുന്നു. ഇതാണ് നമ്മുടെ താരം. പിന്നെ ഇതിനകത്ത് കിട്ടുന്നത് കുറച്ച് വാറണ്ടി കാർഡ്സ്, മാനുവൽ ആസ് യൂഷ്വൽ. അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ബോക്സിനകത്ത് കാണാം ഇൻസ്റ്റാക്സ് മിനി 8, അതാണ് ഈ ക്യാമറേൻ്റെ പേര്. ഇതിൻ്റെ ഒരു പുതിയ വേർഷനും കൂടി ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാക്സ് മിനി 9. ഞാനത് എടുത്തില്ല, അതിന് ഒരു കാരണം കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 3700 റുപ്പീസിനാണ് ഈ ക്യാമറ കിട്ടിയത്. ഇനി നിങ്ങൾക്ക് പല പല കളേഴ്സ് വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. കുറേ കളർ വേരിയൻറ്റിൽ ഇത് അവൈലബിൾ ആണ്. സോ ഓരോ കളേഴ്സിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് ആയിരിക്കും ഉണ്ടാകുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ലിങ്ക്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ അതാണ് ബോക്സ്. നമുക്ക് ബോക്സ് മാറ്റി വെച്ചേക്കാം. ഓക്കേ, ഇതാണ് നമ്മുടെ ക്യാമറ ബോഡി ഇറ്റ് സെൽഫ്. ആൻഡ് ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാമറ കൺസോൾ വരുന്നത്. ഇത് ഓൺ ആക്കണമെങ്കിൽ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഇങ്ങനെ ഓണായി വരും. ആൻഡ് ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്ലാഷ് കിട്ടുന്നുണ്ട്, ഒരു വ്യൂ ഫൈൻഡർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സെൻസറുണ്ട്. ആൻഡ് ഇവിടെ ഇൻസ്റ്റാക്സ് മിനി എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കാണാം. അതാണ് മെയിനായിട്ടും ഫ്രണ്ടിലുള്ളത്. പിന്നെ ഫ്രണ്ടിൻ്റെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ക്യാമറ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്, അതായത് ഫോട്ടോസ് ഏതൊക്കെ കണ്ടീഷൻസ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ, ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഈ സെൻസർ എത്രത്തോളം ലൈറ്റാണ് വരുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള മോഡ്, അതിൻ്റെ ലൈറ്റിംഗ് ഇവിടെ വരും. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. സോ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ബാക്ക് വശം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഫിലിം കാട്രിഡ്ജ് ഇടാനുള്ള ഒരു സ്ലോട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു വ്യൂ ഫൈൻഡർ ആൻഡ് നമ്മൾ എത്രത്തോളം ഷോട്ട്സ് എടുത്തു എന്നുള്ളൊരു നമ്പർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതാണ് ഇവിടെ മെയിനായിട്ടും ബാക്കിലുള്ളത്. ആൻഡ് ഇതിൻ്റെ ടോപ്പ് വശം നോക്കുകയാണെങ്കിൽ ടോപ്പ് വശത്ത് ഫുജിഫിലിമിൻ്റെ ഒരു ബ്രാൻഡിങ് ആൻഡ് നമ്മുടെ അഫ്കോഴ്സ് പോളറൈഡ് ഫോട്ടോസൊക്കെ പ്രിൻ്റായി വരുന്ന ഒരു ഏരിയ ആണ് ഈ ടോപ്പ് വശത്തുള്ളത്. ആൻഡ് നമ്മൾ ബോട്ടം സൈഡിൽ നോക്കുകയാണെങ്കിൽ ബോട്ടം സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഡ് ഇനി സൈഡ് വശം നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബാറ്ററി ഇടാനുള്ള സ്ഥലമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ പിടിക്കാൻ ഒരു സ്ട്രാപ്പും കൂടിയുണ്ട്. അതാണ് ഇനീഷ്യൽ ഓവർവ്യൂ. അപ്പ് നെക്സ്റ്റ് ഗായ്സ്, നമ്മൾ ഒരു സെൽഫി എടുക്കാൻ പോകണം. അപ്പം നിങ്ങളില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ക്യാമറ ഓൺ ആക്കട്ടെ. Ready? 1, 2, 3. ഇതാ ഫോട്ടോ ആയില്ലല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഫോട്ടോ വരാത്തതെന്ന്? അതായത് ഗായ്സ്, ഫോട്ടോ ഒരു 3 to 4 മിനിറ്റ്സ് എടുക്കും ഡെവലപ്പ് ആകാൻ വേണ്ടി. അതുകൊണ്ടാണ് മാജിക്കായിട്ട് ഇത് ഡെവലപ്പായി പതിയെ വരും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അത് ഡെവലപ്പായി വന്നാൽ. സോ ഇത് ഡെവലപ്പായി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം.
കണ്ടോ ചെറുതായിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. ഇനി പതിയെ ഡെവലപ്പാകും. അത് കളറൊക്കെ കൂടി വരുന്നുണ്ട്. സോ ഈ നിങ്ങൾ കാണുന്നുണ്ടാവും, സാധാരണ പ്ലെയിൻ സ്കിന്നല്ല ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഫോട്ടോയ്ക്കുള്ളത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പ്രത്യേകം വാങ്ങിയതാണ്. ഇതിന് 599 ആണ്, 599 ആണ്, അതായത് 599 രൂപ. ആൻഡ് ഇതിൻ്റെ വേറെ പ്ലെയിൻ മോഡലുണ്ട്, കുറേ എഡിഷൻസ് ഉണ്ട്. ഇത് കോമിക്കൽ എഡിഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് ഭയങ്കര കുറച്ച് എക്സ്പെൻസീവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 ഫിലിംസിന് ഏകദേശം 500 റുപ്പീസ് വരിക എന്ന് പറഞ്ഞാൽ പെർ പീസിന് 50 റുപ്പീസായി. സോ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. എനിവേസ് വളരെ നല്ല രസമാണ് ഇങ്ങനത്തെ ഫോട്ടോസ് എടുത്താൽ. അതായത് നല്ല നമുക്ക് ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആൽബത്തിൽ സൂക്ഷിക്കാനൊക്കെ, നമ്മളെവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇവൻസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വളരെ കിടുക്കാഴ്ചയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയാണിത്. ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയതല്ല, എൻ്റെ ചേച്ചിക്ക് ഗിഫ്റ്റിന് വേണ്ടി വാങ്ങിയതാണ്, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം ചേച്ചിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനിത് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചേക്കുമായിരുന്നു. അതിനുശേഷം ഇന്നത്തോടെ അതിൻ്റെ റിവ്യൂവിൻ്റെ പരിപാടിയിലൊക്കെ തരും. അപ്പം നമ്മളടുത്ത ദിവസം ചേച്ചിക്ക് ഇത് തിരിച്ചു കൊടുക്കുന്നതാണ്. സോ ഫോട്ടോ ഡെവലപ്പായിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കി വിലയിരുത്തുക. ഇത് കളറായി വരുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ എടുത്തതായിട്ട് കാണിച്ചു തരാം കമ്പാരിസൺ. നേരത്തെ എടുത്തത് ഒരു 10 മിനിറ്റ്സ് ആയി കഴിഞ്ഞ് കാണും, 12 മിനിറ്റ്സ് ആയി കാണും. ഇനി അടുത്ത ഞാൻ പറയാന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാക്സ് മിനി 9 എടുക്കാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇൻസ്റ്റാക്സ് മിനി 8ഉം 9ഉം തമ്മിൽ ഒരു വ്യത്യാസമില്ല. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് മുൻപിൽ സെൽഫി എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കുഞ്ഞൊരു മിററുണ്ട്. അത് മാത്രമാണ് ആകെ വ്യത്യാസമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു 1000 റുപ്പീസ് എക്സ്ട്രാ മുടക്കുന്നത് നോട്ട് വർത്ത് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞി ക്യാമറയുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ രസകരമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോയുമായി ഞാൻ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും ദിസ് ഈസ് ഡോണി ചോജോ സൈനിങ് ഔട്ട് വിത്ത് ക്യാമറ വച്ചൻ ജെറിൻ. ഒരു ഫോട്ടോ എടുക്കട്ടെ, ചിരിക്കണേ, സ്മൈൽ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ